കിഷ്കിന്ദ കാണ്ഡം. ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരു 5-6 ദിവസം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നാണ് ആ സിനിമ കണ്ടത്. പക്ഷെ സിനിമ ഇറങ്ങിയിട്ട് ആ റിവ്യൂ ഒക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഇത്രമാത്രം ഒരു ബ്യൂട്ടിഫുൾ സിനിമയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം മുതൽ തീരുമാനിച്ചാണ് എന്തായാലും കിഷ്കിന്ദ കാണ്ഡം തിയേറ്ററിൽ വെച്ച് തന്നെ കാണും, മിസ്സാക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചൊരു സിനിമ തന്നെയാണ് കിഷ്കിന്ദ കാണ്ഡം. അതുകൊണ്ടാണ് കുറച്ച് നേരം വൈകിയാണെങ്കിലും പോയിട്ട് കണ്ടത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ബിക്കോസ് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ്, ഇതിന്റെ ഡയലോഗ്, സ്ക്രീൻ പ്ലേ, DOP, സംവിധാനം, അഭിനയം എല്ലാം ചെയ്തിട്ടുള്ളത്. വെറൈറ്റി. ഇത് നമുക്ക് ഈ ഈ തിരക്കഥ അല്ലെങ്കിൽ ഈ കഥ എഴുതിയ ആൾക്കാരൊക്കെ എന്താ എന്താ പറയാ, മൂപ്പർ ദർ ജീനിയസ്. ഇങ്ങനൊക്കെ എങ്ങനെ എഴുതാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥകളെ എങ്ങനെ നമ്മളൊരു സിനിമ ആവിഷ്കാരമൊക്കെ മാറ്റുന്നു എന്നുള്ളത് ഭയങ്കരമായ ഒരു അത്ഭുതമാണ്. ബിക്കോസ് നമ്മൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനത്തെ ഒരു കഥ നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. കഥ എന്ന് പറയുന്ന സമയത്ത് വളരെ ചെറുത് സംഭവമാണ്. അങ്ങനെ വലിയ ഭയങ്കരമായ ഒരു അജാനബാഹു അല്ലെങ്കിൽ ഇതുപോലെ ഭയങ്കരമായ ത്രില്ലിങ് അങ്ങനത്തെ ഒരു സംഭവമല്ല. എന്നാലും ആ ഒരു കഥയുടെ ഒരു സ്വഭാവമുണ്ട്, ഒരു സസ്പെൻസ് ഉണ്ട്, ഒരു ത്രില്ലിംഗ് ഉണ്ട്, ഒരു നമ്മളെ സീറ്റിൽ പിടിച്ചിരുത്താൻ, നമ്മളെ നഖം കടിച്ച് നമുക്കിങ്ങനെ ആകാംക്ഷ നമ്മളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടിട്ട് തരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് തുടക്കം മുതൽ ഒടുക്കം വരെ 2 മണിക്കൂറിലെ സിനിമ നമുക്ക് ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്തി അവസാനം ആ പടം കഴിയുന്ന സമയത്ത് എല്ലാവരും ബാക്കിൽ നിന്ന് കുറെ കൈയടിക്കുന്നുണ്ടായിരുന്നു. അതാണ് ആ സിനിമയുടെ വിജയം. നമ്മൾ കുറച്ചും കൂടി നമ്മളെ സിനിമ കഴിഞ്ഞിട്ട് പേരെഴുതി കാണിക്കുമ്പോൾ നമ്മൾ സീറ്റിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് അയ്യോ ഇതെന്താണ് സംഭവിച്ചത്, എന്താണിത് എന്നൊരു അത്ഭുതത്തോടുകൂടിയാണ് നമുക്ക് തിയേറ്റർ വിട്ട് ഇറങ്ങുന്നത്. അപ്പൊ എനിക്ക് എടുത്തു പറയാനുള്ളത്, യെസ്, ഇതിന്റെ സംവിധാനം ദിജിത് അയത്താൻ കക്ഷി അമ്മിണിപ്പിള്ള എന്ന സിനിമ ആണ് മൂപ്പരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമ. അതിലും ആസിഫ് അലി തന്നെയുണ്ട്. ആസിഫ് അലി ഉണ്ട്. അപ്പോ ആസിഫ് അലി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമയാണ് ഇവര് ഈ ഒരു ടീം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ് എഴുതിയ ബാഹുൽ രമേശിനൊക്കെ അദ്ഭുതമായ ഒരു ജീനിയസ് ആണ്. ഈ സംവിധായകനും യെസ്, രണ്ടുപേരും ഒരു ജീനിയസ് ആണ്. ഇങ്ങനത്തെ ഒരു കഥ കൊണ്ടുവരാനും ആ ഒരു തിരക്കഥയിലുള്ള സ്ട്രോങ് തിരക്കഥ, സ്ട്രോങ് സ്ക്രീൻ പ്ലേ, ഡയലോഗ് ആണെങ്കിലും നമ്മളെ നെഞ്ച് തൊടുന്ന ഡയലോഗുകൾ. ആൻഡ് ഏറ്റവും കൂടുതൽ ബാഹുൽ രമേശ് തന്നെയാണ് ഇതിന്റെ DOPയും കൂടി കൈകാര്യം ചെയ്യുന്നത്, ക്യാമറയും കൂടി കൈകാര്യം ചെയ്യുന്നത് ഈ ബാഹുൽ രമേശാണ്. അപ്പൊ ശരിക്കും ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നേച്ചറിന്, ഫോറസ്റ്റിന്, കാടുകൾക്ക്, ഈ കുരങ്ങന്മാർക്കൊക്കെ ഭയങ്കരമായി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോ ക്യാമറ ചലനത്തിലും ശരിക്കും കാണാൻ പറ്റും. അതേപോലെ മ്യൂസിക്, നമ്മൾ ആ കാട് കാണിക്കുമ്പോൾ ആ ഫോറസ്റ്റിന്റെ ആ ഒരു ഭംഗി കാണിക്കുന്ന സമയത്ത് ആ ബാക്കിൽ കൊടുക്കുന്ന ഓരോ BGM, പിന്നെ ഓരോരോ ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത്, സർപ്രൈസ് അല്ലെങ്കിൽ സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് പടപ്പ് ഭയങ്കരമായ ലെവലാണ്, അന്യായ ലെവലാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് മജീദ് എന്നവരാണ്. ഈ എഡിറ്റർ ബാഹുൽ രമേശ് തന്നെയാണ് കക്ഷി അമ്മിണിപ്പിള്ളയിൽ അതേപോലെ ആസിഫിലെ വെച്ചിട്ട് 2-3 പടങ്ങളിൽ അസോസിയേറ്റ് ചെയ്ത ആൾക്കാർ തന്നെയാണ് ഈ ഒരു ടീം എന്ന് പറയുന്നത്. ആൻഡ് ഒബ്വിയസ്ലി എനിക്ക് അഭിനയത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു എന്താണ് കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമ എനിക്കൊരു വിജയരാഘവന്റെ സിനിമ എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് തോന്നുന്നത്, എന്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നത് വിജയരാഘവൻ 72-70 വയസ്സുള്ള ആ ഒരു യുവനടൻ ആണ് ഈ സിനിമയിലെ നായകൻ, ഹീറോ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് അന്യായ പെർഫോമൻസ് വിജയരാഘവന്റെ ഒക്കെ റേഞ്ച് എന്താണെന്ന് നമ്മള് ഒരു പൂക്കാലം എന്ന വല്ല സിനിമ അതിൽ നമ്മൾ തെളിയിച്ചാണ്. അതിന് മുമ്പ് എത്രയോ കാലങ്ങളായിട്ട് വിജയരാഘവനെ നമ്മൾ കാണുന്നുണ്ട്. മൂപ്പരെ ആ ഒരു സ്ക്രീൻ പ്രസൻസും അല്ലെങ്കിൽ മൂപ്പരുടെ ആറ്റിറ്റ്യൂഡ്, അഭിനയ കുലപതി, നമ്മളെ തിലകൻ ചേട്ടൻ അല്ലെങ്കിൽ ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെന്റ്, നെടുമുടി വേണു, അവരൊക്കെ പോലെ തന്നെ ഒരു വെർസറ്റൈൽ ആക്ടർ കിങ് ആണ് നമ്മുടെ വിജയരാഘവൻ. സോ വിജയരാഘവൻ അപ്പുപിള്ള എന്നാണ് ഈ ഒരു ക്യാരക്ടറുടെ പേര്. അന്യായ ലെവലിൽ മൂപ്പര് ചെയ്തു വെച്ചിട്ടുണ്ട്. ചെറിയ ഈ വയസ്സുകാലത്ത് ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ വളരെ നീറ്റായിട്ട്, അതന്നെയാണ് ഇതിന്റെ സിനിമേന്റെ ഒരു അപ്പുപിള്ള എന്ന ക്യാരക്ടറിന്റെ ഭയങ്കര പ്രത്യേകത എന്ന് പറയുന്നത്. അത് വളരെ ഭംഗിയായിട്ട് നമുക്കെല്ലാം അത്ഭുതം, നമ്മളിങ്ങനെ പിടിച്ചിരുത്തി എന്താണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്, അത്തരത്തിലുള്ള രീതിയിലാണ് വിജയരാഘവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതേപോലെ ആസിഫ് അലി എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളെ പുതുതലമുറയിലെ ആൾക്കാർ, ഇപ്പൊ കുഞ്ചാക്കോയാലും ദുൽഖറായാലും ടോവിനോയൊക്കെ, ഇപ്പൊ ആസിഫിൽ കുറച്ചു കാലം മുമ്പ് കുറച്ചൊന്ന് ബാക്കിലായിരുന്നെങ്കിലും ഇപ്പം മൂപ്പര് കയറി ഫസ്റ്റില് പീക്കിൽ എത്തി നിൽക്കുന്നുണ്ട്. കുറെ പടങ്ങൾ അടുപ്പിച്ച്, വെറൈറ്റി പടങ്ങൾ, വെറൈറ്റി പെർഫോമൻസ്. ഇന്നലെ തലവൻ ഞാൻ കണ്ടു, അന്യായ പെർഫോമൻസ് ആണ് മൂപ്പരുടെ. അതേപോലെ ഇതിലും മൂപ്പർ അഭിനയിച്ച ക്യാരക്ടറും ഇമോഷണൽ രംഗങ്ങളിലാണെങ്കിലൊക്കെ അന്യായ പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു
ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് റിവ്യൂല്, നമ്മൾ പണ്ട് ഈ മമ്മൂക്ക കരയുന്ന സമയത്ത് മമ്മൂക്ക ഒന്ന് വിതുമ്പിയാലൊന്ന് കണ്ണ് നിറഞ്ഞാൽ നമുക്കറിയാതെ നമ്മളെ പ്രേക്ഷകന്റെ കണ്ണ് നിറയും. അതേപോലെയാണ് ആസിഫ് അലി. ആസിഫ് അലിന്റെ ഇമോഷണൽ രംഗങ്ങൾ അന്യായം. മൂപ്പര് എങ്ങനെയാ അത് ചെയ്യുന്നത്? ഭയങ്കര മൈന്യൂട്ടായ എക്സ്പ്രഷൻസ് പോലും ഭയങ്കര നീറ്റായിട്ട് ക്ലാരിറ്റി ക്ലീനോടെ ഒരു സൂം ഒക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് ഭയങ്കരമായ പെർഫോമൻസ് ആണ് ആസിഫ് അലി ചെയ്തിരിക്കുന്നത്. അതേപോലെ അപർണ മോഹൻദാസ്, അപർണ ബാലമുരളി ഉണ്ട്, നാഷണൽ അവാർഡ് വിന്നർ തന്നെയാണ്. നമ്മളെ അശോകൻ ഉണ്ട്. അങ്ങനെ ഒരു കയ്യിൽ ജഗദീഷ് ഉണ്ട്. ജഗദീഷ് ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ 5-6 ക്യാരക്ടറേ ഉള്ളൂ. പക്ഷെ ആ പടം എടുത്തു വെച്ചിരിക്കുന്ന രീതി, മൈന്യൂട്ടായ കാര്യങ്ങൾ, ഈ ഡയലോഗുകൾ, എക്സ്പ്രഷൻസ്, ആ ഒരു കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന അവസാനം എൻഡ് ചെയ്യുന്ന ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് അയ്യോ ഇങ്ങനെ ആയിരുന്നു ഇത്. ഭയങ്കര സെന്റിമെന്റ്സ് ആണോ അല്ലെങ്കിൽ ഇമോഷൻസ്, ഏത് ഇമോഷൻസ് ആണോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കിഷ്കിന്ധാകാന്ഡം ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. OTT-ലല്ല, അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണും. ഇന്നലെ ഉച്ചക്കത്തെ ഷോക്ക്, 2:30-ക്കൊക്കെ 3 മണിക്കൊക്കെ ഷോക്ക് ഹൗസ്ഫുൾ ആണ്. ഇത്രയും ഒരാഴ്ച കഴിഞ്ഞിട്ടും ഹൗസ്ഫുൾ ആണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സിനിമ ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾ പോയിട്ട് കാണുക. കിഷ്കിന്ധ കാണ്ഡം എന്ന ഒരു ബ്യൂട്ടിഫുൾ സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് മിസ്സാക്കരുത്. ഭയങ്കരമായ റിപ്പോർട്ടുകളാണ് വരുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഈ ഒരു ഭയങ്കരമായ ഒരു ക്രൂവിന് ഭയങ്കരമായ ഒരു താങ്ക്സ് പറയുകയാണ് നമുക്ക് മലയാള സിനിമയ്ക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമ സമ്മാനിച്ചതിന്. സോ എല്ലാവരും പോയിട്ട് കാണുക. കിഷ്കിന്ധ കാണ്ഡം നല്ലൊരു വിജയമായി തീരണം. ബ്ലോക്ക് ബസ്റ്റർ ആവും ഉറപ്പാണ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ആൻഡ് കീപ് വാച്ചിങ്. ബൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.